ഹല്ലേലൂയ. ഈ രാത്രിയിലും കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. എന്നെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിച്ച എൻ്റെ ദൈവം, എൻ്റെ ആൺമക്കളെ 3 പേരെയും ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിച്ചു. ആമേൻ. എൻ്റെ ഒരു മകളും ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു. 8 പേരുള്ളത് 4 പേര് ദൈവത്തിൻ്റെ വേലയുടെ മുഖത്താണ്. ആ മകൾ മദ്രാസിലാണ്. എൻ്റെ മൂത്ത മകൻ ഗോസ്ബൽ പരീക്ഷയുടെ ഒരു പ്രവർത്തകനാണ്. അവന് ഇപ്പോൾ താമസിക്കുന്നത് കൽക്കട്ടയിലാണ്. ചില നാളുകൾക്ക് മുമ്പ് വരെ ആസാമിൽ പാർത്തിരുന്നു. 212 വേലസ്ഥലം അവന്റെ കീഴിലുണ്ട്. 6 ബൈബിൾ സ്കൂൾ അവന്റെ ചുമതലയിലുണ്ട്. അവൻ 75-ൽ BTH എടുത്ത് ബാംഗ്ലൂരിൽ നിന്നും അതിനുശേഷം നാഗാലാൻഡ് മുതലായ പ്രദേശങ്ങളിലേക്ക് പോയി MAയും BDയും എഴുതി പാസ്സായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവനെ ആസാമിൽ KP സാറിന്റെ ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങാൻ ഇളയ മകനെ അയച്ചു. ആ ബന്ധത്തിൽ മൂത്ത മകനെയും അവൻ അതിനകത്താക്കി. എന്റെ ഇളയ മകനെ ഇപ്പോൾ നാഗപ്പൂരിലാണ് താമസിക്കുന്നത്. എന്നാൽ 1 മാസം മുമ്പ് വരെയും അവൻ വേറെ ഒരു സ്ഥലത്ത്, ആമേൻ, അത് മധ്യപ്രദേശത്താണ്, 400 വിദ്യാർത്ഥികളെ ബൈബിൾ പഠിപ്പിക്കുന്നവനാണ് എൻ്റെ ഇളയ മകൻ. കഴിഞ്ഞ ഡിസംബർ ഒടുവിൽ ഇളയ മകൻ വീട്ടിൽ വന്നു. അപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നതെന്ന്. കഴിഞ്ഞ വർഷം 913 പേരെ മുക്കി സ്നാനപ്പെടുത്തിയിട്ടാണ് വീട്ടിൽ വന്നത്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതുകൊണ്ട് നാഗപ്പൂരിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അവിടെ ദൈവം ചെയ്തൊരു അത്ഭുതം കൂടെ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരെവിടെയോ രാത്രി പോയി പ്രസംഗിച്ചേച്ച് വാഹനത്തിൽ വരുമ്പോൾ ആൾ പാർപ്പില്ലാത്തൊരു സ്ഥലത്ത് ഒരു വലിയ ലാറി ഇടിച്ച് ആ വണ്ടി തകർന്നു. അവന്റെ സീറ്റിൽ ഇരുന്ന് 2 പേര് അന്നേരം മരിച്ചു. അതിൽ ഒരാൾ നമ്മുടെ പെണ്ണുക്കരയുള്ള ഒരു ബന്ധുക്കാരനായിരുന്നു, അവിടെ കൊണ്ടുവന്ന് അടക്കി. മറ്റേ ആളിനെ മധ്യപ്രദേശത്ത് അടക്കിയിട്ടുണ്ട്. കൂടെ ആക്സിഡന്റ് ആയ ഒരാളിന്റെ ഓപ്പറേഷൻ 40,000 രൂപ ചെലവായി. എന്റെ മകന് അത്ര വലിയ ഓപ്പറേഷൻ ആയില്ലെങ്കിലും മുട്ടിന് മുകളിൽ എല്ല് 2 പൊട്ടി, ഒരിടം മുറിഞ്ഞു. എന്നാൽ അത് ജോയിന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവന് BTH കഴിഞ്ഞ് MD എടുത്തവനാണ്. MTHനും എഴുതാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് ഇളയ മകൻ. ഇടയ്ക്കുള്ള മകൻ മല്ലപ്പള്ളിക്കടുത്ത് കിഴുവായ്പൂരിൽ ദൈവത്തിന്റെ വേല ചെയ്യുന്നു. അവൻ എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ചിലപ്പോൾ കാണാം. PS ജോൺസൺ. അവനും ആത്മാവിന്റെ ശക്തിയോടെ വചനം പ്രസംഗിക്കുന്നവനാണ്. അവന്റെ സഭയിൽ 3 നായന്മാർ കുടുംബം വിശ്വാസത്തിലുണ്ട്. വലിയ പ്രതികൂലമായിരുന്നെങ്കിലും ആരും അവനെ തല്ലിയില്ല. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ മാത്രമല്ല, എൻ്റെ മക്കളിൽ 4 പേർ ദൈവത്തിന്റെ വേലയിലാണ്. എൻ്റെ മദ്രാസിലുള്ള മകള് ആ സഭയിൽ 800ഓളം വിശ്വാസികളുണ്ട്. അവരുടെ സഹോദരിമാരുടെ മീറ്റിംഗിൽ നന്നായി പ്രസംഗിക്കുന്നതാണ് എൻ്റെ ആ മകൾ. അതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിഷയത്തിലേക്ക് കയറാം. അതിനു മുൻപ് ദൈവമക്കൾ പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട 2 വാക്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. വിലാപങ്ങൾ 3:37, ആമോസ് 3:6, 6:11 നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. കൽപ്പിച്ചിട്ടാണ് വല്ലതും സംഭവിക്കുന്നത് എന്നാണ് വിലാപം പറയുന്നത്. കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് കൽപ്പിക്കണം. ആമോസ് 3:6-11 അതും കൂടെ ഓർത്തിരിക്കാം. ആമേൻ. 3:6 നഗരത്തിൽ കാഹളമൂതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ? യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? യഹോവ കൽപ്പിച്ചല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കത്തില്ല. 6:11 യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നു പോകും. യഹോവ കൽപ്പിച്ചാൽ വലിയ വീട് ഇടിയും, ചെറിയ വീട് പിളർക്കും.
അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ ഏറ്റവും വലിയ കെട്ടിടം വീഴണമെങ്കിൽ അതും വെറുതെ വീണമെന്ന് ആരും വിചാരിക്കരുത്. അതിന്റെ 110 നിലയുള്ള കെട്ടിടത്തിൽ കർത്താവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കയറി ന്യൂയോർക്ക് മൊത്തം കാണാൻ കർത്താവ് എനിക്ക് ഭാഗ്യം ലഭിച്ചു. 110 നിലയുള്ള 2 കെട്ടിടമേ അമേരിക്കയിലുള്ളൂ. അത് ആദ്യത്തെ കെട്ടിടം സിയേഴ്സ് ബിൽഡിംഗ്, ഒരു യഹൂദന്റെ വകയാണ്. അതിലും കയറി. അന്ന് സർക്കാരിന് 103 നിലയുള്ള എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് 110 നില ഉള്ള കെട്ടിടം സർക്കാർ പണിതത്. അത് കയറിയാൽ ന്യൂയോർക്ക് മൊത്തം ഭംഗിയായി കാണാം. എന്നാൽ ഇതൊക്കെയും ഇങ്ങനെ ഇടിഞ്ഞ് തകരണമെങ്കിൽ യാദൃച്ഛമായി ഉണ്ടായെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇതെല്ലാം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിച്ച് വചനത്താൽ നിയന്ത്രിക്കുന്നെങ്കിൽ ഇതിന് ദൈവം ചില ഉദ്ദേശമുണ്ട്. പെട്ടെന്നൊരു ഉദ്ദേശം പറഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ലെന്ന് നമ്മൾ പഠിക്കണം. അത് എബ്രായ ലേഖനം 13-ാം 14-ാം വാക്യമാണ്. ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരവുമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ? വരുവാനുള്ളതിനെ അന്വേഷിക്കുന്നവരാകുന്നു. ജിസ്കോ അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അതിന്റെ 15-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നാം അവന്റെ നാമത്തെ അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ലെന്ന് അറിയുന്നെങ്കിൽ, വരുവാനുള്ളതിനെ അന്വേഷിക്കുന്നെങ്കിൽ വല്ലപ്പോഴും സ്തോത്രം ചെയ്താൽ പോരാ, ഇടവിടാതെ സ്തോത്രം ചെയ്യണം. ആമേൻ. ഞാൻ ഇന്നും ഈ അന്ത്യകാല സംഭവം, കർത്താവിന്റെ വരവ്, ഇതാണ് പ്രസംഗിക്കാൻ വിചാരിക്കുന്നത്. ആദ്യമായി ഈ ഗൾഫ് രാജ്യത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി അല്പം ചില കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് പിന്നെ കയറാം. അത് യെശയ്യാപ്രവചനം 21-13-14 വാക്യങ്ങളുണ്ട്. പേര് പറഞ്ഞാണ് പ്രവചിച്ചിരിക്കുന്നത്. അറബി ദേശത്തെ കുറിച്ചുള്ള പ്രവാചകം. ദേദാന്യരുടെ സ്വാർത്ഥഗണങ്ങളായുള്ളവരെ, നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപാർപ്പീൻ. തേമാദേശ നിവാസികളെ, നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ട് ചെല്ലുവീൻ. ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽപ്പീൻ. ഇവരെ സമ്പന്ന രാജ്യമാക്കിയത് അടുത്ത കാലത്താണ്. എന്തിനാണെന്നറിയാമോ? വാളിനെ തെറ്റി ഒഴിഞ്ഞ് ഓടിപ്പോകുന്നവർക്ക് അപ്പം കൊണ്ട് കൊടുക്കണം, ദാഹിച്ചിരിക്കുന്ന വെള്ളവും കൊണ്ട് കൊടുക്കണം. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ ഇവിടെയൊക്കെ വന്ന് കാണുമ്പോൾ ഇതെന്നാ ഇങ്ങനെ വലുതായെന്നൊന്നും ചിലപ്പോൾ അറിഞ്ഞു വരത്തില്ല. ഞാൻ 74 മസ്കറ്റിൽ ഇറങ്ങി. അതിന് 3 വർഷം മുമ്പ് വരെ മസ്കറ്റിൽ 3 ടാക്സി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അബുദാബി പോരണമായിരുന്നു. കാറ് കിട്ടാൻ താമസിച്ചു. എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഗേറ്റ് അടച്ചു. പിന്നെ പിറ്റേന്നാണ് ഞാൻ അബുദാബി വന്നത്. ആമേൻ. ആ രാജാവിന് സ്വന്തം കറൻസി ഇല്ലായിരുന്നു. ഇന്ത്യയുടെ കറൻസി കടം വാങ്ങിച്ചാണ് ഉപയോഗിച്ചത്. 78 അവിടെ ഇറങ്ങി. കടലൊക്കെ നികത്തി, റോഡ് വെട്ടി, കാറ് വെള്ളം പോലെ ഒഴുകാൻ തുടങ്ങി. 81 അവിടെ ഇറങ്ങി. ചില സഹോദരന്മാരെ കാത്ത് ഒരു ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കഴുതകൾ ഇങ്ങനെ കൂട്ടമായി പാഞ്ഞു വരുന്നു. എൻ്റെ അടുക്കൽ നിന്നവർ പരിചയപ്പെടുത്തിയത്, ഈ നാട്ടുകാർ ട്രാൻസ്പോർട്ടാണ് ഈ വരുന്നത്. ഇപ്പം നാട്ടുകാർക്ക് വേണ്ട, എല്ലാവർക്കും കാറായി. അതുകൊണ്ട് കഴുതയൊക്കെ ഫ്രീ ആയി നടക്കുകയാണ്. ഇങ്ങനെ വളരെ വേഗം സമ്പന്ന രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 70 ഡോഹയിൽ പ്രസംഗിക്കാനാണ്. പിറ്റേന്ന് രാവിലെ നമ്മുടെ ഒരു സഹോദരൻ ഡോഹയൊക്കെ കൊണ്ട് കാണിക്കാൻ കാറുമായി പോയി. കടൽത്തീരത്തെത്തി കാർ പാർക്ക് ചെയ്തേച്ച് മണലിന് മുകളിൽ കൂടെ നടന്നപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയത്, ചുരുക്കം ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ വിറകിന്റെ അഭാവം നിമിത്തം പൊള്ളുന്ന മണലിന്റെ മുകളിൽ വെച്ച് തിരിച്ചും മറിച്ചും ചുട്ട് പച്ചവെള്ളവും ഈത്തപ്പഴവും തിന്ന് ജീവിച്ചവരാണ് ഇന്ത്യക്കാർക്കൊക്കെ ഭീമമായ ശമ്പളം തരത്തക്ക നിലയിൽ വേർതിരിക്കുന്നത്. ആമേൻ. ഈ രാജ്യങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ സമ്പന്ന രാജ്യമാകാൻ ഉള്ള കാരണം എന്ത്? നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ ജോലി കിട്ടണം, അതൊരു
ഉദ്ദേശമായിരിക്കാം. എന്നാൽ പ്രധാന ഉദ്ദേശം അതല്ല. വാളിനെ പേടിച്ച്, കൊലച്ച വില്ലിനെയും അമ്പിനെയും പേടിച്ച്, യുദ്ധത്തെ പേടിച്ച് ഓടിപ്പോകുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. വല്ലതും ഉള്ളവനോടെ കൊടുക്കാൻ പറയാൻ ദൈവത്തിനും ഒരു ചന്തമുള്ളത്. ആമേൻ. യാക്കോബിന്റെ മക്കൾ ഓടിപ്പോകേണ്ടി വരും. അവർ ഇന്ത്യയിൽ വരത്തില്ല, അമേരിക്കയിലും പോകുകയില്ല. പിന്നെ എവിടെയായിരിക്കും? ദാനിയേൽ 11:41 അവർക്ക് വേണ്ടി 3 രാജ്യം ഒഴിച്ചിട്ടുണ്ട്. ഏദോമ്യരുടെയും മോവാബ്യരുടെയും അമ്മോന്യരുടെയും ദേശം അവന്റെ ദൃഷ്ടിയിൽപ്പെടാതെ ഒഴിഞ്ഞിരിക്കുന്നു. ഈ രാജ്യങ്ങൾ മനോഹരദേശത്തിലേക്ക് കടക്കും. 10,000 പേരിടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വള്ളിപ്പോവും. ആമേൻ, ആമേൻ. ഈ രാജ്യങ്ങളിലാണ് യാക്കോബിന്റെ സന്തതിയെ ദൈവം അന്നുകൊണ്ട് പാർപ്പിക്കുന്നത്. ഓടിപ്പോകണമെന്ന് നമ്മുടെ യേശു തന്നെ പറഞ്ഞു. മത്തായി 24:15 ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങി പോകരുത്. എവിടെ നിൽക്കുമ്പോൾ ഈ അറിവ് കിട്ടുന്ന അന്നേരം ഓടിയേക്കണം. എവിടേക്കാണ്? ഏദോമ്യരുടെ നാട്ടിലേക്ക്, അമ്മോന്യരുടെ നാട്ടിലേക്ക്. ആമേൻ. ഇനിയും ഇവർ ഓടിപ്പോകേണ്ടി വരുന്നതിന് വെളിപ്പാട് 12-ാം അധ്യായം 13-ാം വാക്യം മുതൽ കീഴോട്ട് വായിച്ചാൽ നമുക്കതിന്റെ വിശദീകരണം ലഭിക്കും. അവിടെ ഇങ്ങനെയാണ്: തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു മഹാസർപ്പം കണ്ടിട്ട്. അതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാങ്ങി ഞാൻ പറയാം. ഇപ്പോൾ സ്വർലോകത്തിലാണ് അവന്റെ താമസം, ഒരു സ്വർഗത്തിൽ. എന്നാൽ മീഖായേൽ മഹാപീഡനത്തിന്റെ പകുതിയാകുമ്പം അവിടെ ഇറങ്ങി വന്ന് അവനെ അവിടുന്ന് കുടിയിറക്കും. പിന്നെ ഒരു പിശാചും അത് ആകാശത്തിൽ പാർക്കത്തില്ല. അവനെ തള്ളിയിട്ട വൈരാഗ്യം തീർക്കുന്നത് ഇല്ല. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ നേരെയാണ് അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞാലും വേദപുസ്തകം പഠിക്കാത്തവർക്ക് എളുപ്പം മനസ്സിലായിരുന്നു വരാം. 12-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ നോവ് കിട്ടി ഉടനെ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതാരാണെന്ന് യാക്കോബിന്റെ സ്വപ്നം നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാം. യാക്കോബും 12 മക്കളും ഒക്കെയാണ് അതിൽ കുറിക്കുന്നത്. എന്നാൽ നോവ് കിട്ടിയത് എങ്ങനെ? സ്വർഗത്തിൽ നിന്ന് 2 സാക്ഷികൾ ഇറങ്ങി വരും. ദൈവസഭ പോയാൽ അനോക്കും ഏലിയാവും എന്ന അഭിപ്രായമുണ്ട്, ഏലിയാവും മോശയും എന്ന അഭിപ്രായമുണ്ട്. അവരുടെ പ്രസംഗം നിമിത്തം നോവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉണർവുണ്ടായി. അപ്പോൾ ഒരു കുട്ടി പുറത്തു വന്നാൽ 144,000 ഓരോ ഗോത്രത്തിൽ നിന്ന് 12,000 വരും വന്നു. ആൺകുട്ടി പിന്നെ എടുക്കപ്പെട്ടു. എന്നാൽ അതുകൊണ്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ നേരെ ഈ സാത്താൻ സർപ്പം ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ കഴുകന്റെ വലിയ ചിറക് 2 കിട്ടി. എന്നുവെച്ചാൽ അതിവേഗം ഓടാൻ ശക്തി കിട്ടിയെന്ന് കണക്കാക്കിയാൽ മതി. സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും അരക്കാലവും അവരെ പോറ്റേണ്ടതാകുന്നു. അങ്ങനെ ഈ സ്ത്രീ അല്ലെങ്കിൽ യാക്കോബിന്റെ സന്തതി മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോൾ സർപ്പം അവന്റെ വായിൽ നിന്ന് നദിയിലെ പെരുവെള്ളം പോലെ വെള്ളം ചാടിച്ചു. ആമേൻ. എന്നാൽ ഭൂമി അവൾക്ക് തുണ നിന്നു. ആ വെള്ളം ചാടിച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം അന്തിക്രിസ്തുവിനെ അവന്റെ പട്ടാളത്തെ ഈ ഓടിപ്പോയതായ ജനത്തെ പിടിച്ചുകൊണ്ടുവരാൻ അയക്കുകയായിരുന്നു. എന്നാൽ പട്ടാളം അവരുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് ഭൂമി വായി വളർന്ന് ഇവന്റെ പട്ടാളത്തെ വിഴുങ്ങി. അതാണ് അതിന്റെ അർത്ഥം. ജിസ്കോ അതുകൊണ്ട് പിന്നെ ഇവരെ പിടിക്കാൻ പട്ടാളത്തെ അയച്ചില്ല. അപ്പോൾ 1 കാലവും 2 കാലവും അരക്കാലവും അവളെ ദൈവത്തിന് പോറ്റണം. അതിനാണ്
ഈ കൽബ് രാജ്യത്തെ പെട്ടെന്ന് സമ്പന്ന രാജ്യമാക്കി മാറ്റിയിരിക്കുന്നത്. അതിനാൽ ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, അന്തിക്രിസ്തുവിന്റെ ഭരണം അടുത്തുപോയി. അതിനാൽ രാജ്യങ്ങളെല്ലാം സമ്പന്നമാക്കിയിരിക്കുന്നത്. ആമേൻ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കാത്ത സ്ഥലത്ത് നിൽക്കും. അതിന് വാക്യം തെളിവാണെങ്കിൽ 2 ദിവസവും ഇനി 2-ാമത്തെയായി 4-ാം വാക്യം വായിച്ചാൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ദൈവത്തിന്റെ ആലയത്തിൽ കയറി അങ്ങിരിക്കും. ഞാനാണ് ദൈവമെന്ന് പറയും. സകല നാമത്തിന് മേലായി അവൻ നനത്താൻ ഉയർത്താൻ തുടങ്ങി. അപ്പോഴാണ് യാക്കോബിന്റെ സന്തതി മനസ്സിലാക്കുന്നത് ഇവൻ മശിഹ അല്ല. ഈ അന്തിക്രിസ്തുവിന്റെ ആവിർഭാവം ആരെയും കൊല്ലുന്ന നിലയിലായിരിക്കത്തില്ല. അതാണ് വെളിപ്പാട് 6 വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരുത്തർ വരുന്നത് വളരെ സമാധാനത്തിന്റെയും സൗമ്യതയുടെയും നിലപാട് പുലർത്തിക്കൊണ്ടായിരിക്കും അവൻ ഭരണകൂടത്തിലേക്ക് കയറി വരുന്നത്. അതിന് വെളിച്ചത്തിലാണ് യാക്കോബിന്റെ സന്തതിയുമായി ഒരു ഉടമ്പടി ചെയ്ത് യെരൂശലേം ദേവാലയം പണിയും. ആമേ. ദാനിയേൽ 9-ാം അധ്യായം 24-ാം വാക്യം മുതൽ കീഴോട്ട് വായിക്കുമ്പോൾ, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 7-70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ആ ആഴ്ചവട്ടത്തിൽ ഒരു ഉടമ്പടി അവൻ ചെയ്യും. എന്നാൽ പകുതിയാകുമ്പോൾ ഉടമ്പടിയൊക്കെ ലംഘിക്കും. അപ്പൊ പിന്നെ ഇവരെന്ത് ചെയ്യും? മരുഭൂമിയിലേക്ക് ഓടും. അവർക്ക് അപ്പം കൊടുക്കാനും വെള്ളം കൊടുക്കാനുമാണ് ഈ രാജ്യങ്ങളേതെയും സമ്പന്ന രാജ്യമാക്കിയിരിക്കുന്നത്. അപ്പ അങ്ങനെയെങ്കിൽ ആ അന്തിക്രിസ്തു വരണമെങ്കിൽ ദൈവമക്കൾ പോകണം. ദൈവമക്കൾ പോകാൻ ഒരുങ്ങിക്കൊള്ളണം. സമയമെടുത്തിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ. ഇനിയും നമ്മുടെ യേശു എന്തിനാണ് വരുന്നത്? ഏതാണ്ട് 6ഓളം പോയിന്റ് പ്രസംഗിക്കണം. അത്രയും സമയമില്ല. ഇന്നലെ ഒരു പോയിന്റ് പ്രസംഗിച്ചു. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തണം. ഇപ്പോൾ നാം ദൈവമക്കളാണ്. ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷം ആയിട്ടില്ല. ഇനി അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കും പോലെ തന്നെ നാം കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. യേശുവിനെ നമ്മളെ കൂടെ നിർത്തിയാൽ തിരിച്ചറിയാൻ ഒക്കാത്ത നിലയിലാകുമെന്നായി പറഞ്ഞതിനർത്ഥം. അവന് ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചു കൊള്ളണം. നാം ആരെ പോലെ ആകുമെന്ന് ചോദിച്ചാൽ മാലാഖയെ പോലെ ആകുമെന്നല്ല. നമ്മുടെ കർത്താവാകുന്ന യേശു അവന്റെ തനി രൂപത്തിൽ ഇതുവരെ ഒരുത്തരും കണ്ടിട്ടില്ല. തകശുകൾ കൊണ്ട് മറച്ച്, അല്ലെങ്കിൽ തന്റെ ദേഹമാകുന്ന തകശുകൾ കൊണ്ട് മറച്ച് മഹത്വം ആർക്കും കാണാൻ കഴിയാത്ത നിലയിലാണ് നമ്മുടെ യേശു ഈ ഭൂമിയിൽ സഞ്ചരിച്ചത്. എന്നാൽ ഇനി പ്രത്യക്ഷപ്പെടുന്ന അങ്ങനെയല്ല. സ്വർഗത്തിലുള്ള തന്റെ തനി രൂപത്തിൽ ആ തേജസ്സോടെ ആ പ്രകാശത്തോടെ വെളിപ്പെടുമ്പോൾ ദൈവമക്കൾ അവരെ കാണും. അവനോട് സദൃശന്മാരായി തീരും. ദൈവമക്കളുടെ ഭാവി ആ നിലയിലാകാൻ പോകുകയാണ്. സ്തോത്രം. അപ്പോ യേശു എന്തിനു വരുന്നു? ഒരു കാര്യം, യേശു ഇരിക്കുന്നിടത്ത് നമ്മെ കൂടെ ഇരുത്തണം. ആമേൻ. അതിന്റെ വാക്യത്തില് യോഹന്നാൻ 14:3 യോഹന്നാൻ 17:24 വെളിപ്പാട് 3:21 വെളിപ്പാട് 3:21 പറയുമ്പോൾ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ അവരെ ഇരുത്തണം. മറ്റെടുത്ത് 2 എന്റെ കൂടെ ഇരുത്തണം എന്നാ വെളിപ്പാടിൽ പറയുന്നത്. വേണമെങ്കിൽ വായിച്ചേക്കാം. ഈ വാക്യം പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ ഒരാശയം വെളിപ്പെടുത്താണ്. ആരെ സേവിച്ചാൽ സമത്വം കിട്ടും? ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയെ സേവിച്ചാലും സമത്വം കിട്ടുന്നില്ല. അവര്
നക്ഷത്ര ഹോട്ടലിൽ പാർക്കുമ്പോൾ പാർട്ടി പ്രവർത്തകൻ സാധാരണ ഹോട്ടൽ, അവൻ ജയിച്ച കാറിൽ തിരുവനന്തപുരത്തേക്ക് പോകും. ഇയാൾ ബസയിലങ്ങ് വരണം. സമത്വം ഒരിക്കലും കിട്ടത്തില്ല. എന്നാൽ യേശുവിനെ സേവിയിലെ ആമേൻ ജയാളികൾ യേശുവിന്റെ കൂടെ സിംഹാസനത്തിലിരിക്കും. ഇവിടെ ചുമട്ടുതൊഴിലാളിയായി നടന്ന പാവപ്പെട്ടവനും ജയാളിയായി തീർന്ന ഇരിക്കാൻ പോകുന്ന എന്റെ യേശുവിന്റെ കൂടെ സിംഹാസനത്തിലിരിക്കാം. അടുത്ത് പ്രതിഫലം തരുവാൻ മത്തായി 16:27 വാക്യം വായിച്ചാൽ ഇവിടെ കാണാൻ കഴിയും. ഞാൻ എന്റെ പിതാവിന്റെ മഹത്വത്തിൽ മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും. യേശു എന്തിനാ വരുന്നത്? തന്റെ മക്കൾക്ക് പ്രതിഫലം കൊടുക്കുവാൻ. അത് എത്രത്തോളം? പ്രവർത്തിക്ക് തക്കതിന് വണ്ണം. എന്റെ കൂടെ ചേർക്കാവുന്ന വാക്യമാണ് വെളിപ്പാട് 22:12. യെശയ്യാവ് 40:10, 62:11. യെശയ്യാവ് 40:10 വായിച്ചാൽ നമ്മുടെ യഹോവ ബലശാലിയായി വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൈ കൂലി, മറ്റേ കയ്യിൽ പ്രതിഫലം. ആരും ദൈവത്തെ വെറുതെ സേവിക്കേണ്ടി വരത്തില്ല. ദൈവത്തെ ഈ 20-ാം നൂറ്റാണ്ടിൽ അഷ്ടപകുതിക്ക് ശേഷം ഈ 21-ാം നൂറ്റാണ്ടിലേക്കും ഒക്കെ വന്നിരിക്കുന്ന ഈ കാലത്ത് പാർക്കുന്ന ദൈവമക്കൾക്ക് അറിയാൻ വയ്യാത്ത അനേക ഹിസ്റ്ററി അതിനു മുൻപുള്ള 19ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിലുണ്ട്. ഇന്ന് പെന്തിക്കോസ്തിൽപ്പെട്ടവരും വൻകിട പണക്കാരുണ്ട്, വൻകിട ബംഗ്ലാവിന്റെ ഉടമസ്ഥന്മാരുണ്ട്, 4-5 കാറുള്ളവരുണ്ട്, പല നിലയിൽ ഉന്നതരുണ്ട്. എന്നാൽ 19ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ ചരിത്രം പഠിച്ചു നോക്കണം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പ്രധാനമായും 312 വരെയും ഒരുത്തൻ ക്രിസ്ത്യാനിയായാൽ അവൻ സർക്കാരിന്റെ ഒരു പരസ്യം വായിച്ചിട്ട് വേണം ക്രിസ്ത്യാനിയാകാൻ. എന്തുവാ പരസ്യം? നീ ക്രിസ്ത്യാനിയായാൽ നിന്റെ മരണം വരെയും സർക്കാരിന്റെ സഹായം നിനക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് എവിടെ വെച്ചും തല്ലിക്കൊല്ലാം, വീടുകൾ പിടിച്ചെടുക്കാം. അപ്പൊ പിന്നെ ദൈവമക്കൾ എന്ത് ചെയ്തു? സർക്കാരിന്റെ സഹായം ഇല്ലെങ്കിലും ഞങ്ങൾ കർത്താവിനെ സേവിക്കുമെന്ന് തീരുമാനിച്ചു. ഭൂമിയുടെ നിരത്തിൽ കൂടെ പോയാൽ വഴിയിൽ വെച്ച് തല്ലിക്കൊന്നു വരാം. അപ്പൊ പിന്നെ ഇവരെന്ത് ചെയ്തു? ഭൂമി വേണ്ടാന്ന് വെച്ചു. ഭൂഗർഭത്തിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ മരച്ചീനി പോലും കിട്ടത്തില്ല. പിന്നെ അവരെങ്ങനെ ജീവിച്ചു? ആരും കാണാത്ത വഴി കൂടെ ഭൂമിയുടെ മോളി വന്ന് ഈ നാട്ടുകാർക്ക് പണിയെടുത്ത് കൊടുത്ത് കിട്ടുന്ന പൈസയും മേടിച്ചുകൊണ്ട് ആരും കാണാത്ത വഴിയിൽ കൂടെ ഭൂഗർഭത്തിൽ ഇറങ്ങിപ്പോയി. അല്പം ഭക്ഷണം മേടിച്ചുകൊണ്ട് പോകും. അമ്മയും അപ്പനും മക്കളും കൂടി അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, എടുത്ത് കഴിച്ചു, അവിടെ കിടന്ന് മരിച്ചു. 7 തലമുറയാണ് ഭൂഗർഭത്തിൽ അടക്കിയിരിക്കുന്നത്. ക്രിസ്ത്യാനിക്ക് അനുകൂലമായ ഗവൺമെന്റ് വന്നു കോൺസ്റ്റാന്റിൻ ചക്രവർത്തി മുതൽ. അപ്പോൾ ഈ ഭൂഗർഭത്തിൽ പോയി മരിച്ച് അടക്കപ്പെട്ടവരുടെ നമ്പർ എടുക്കാൻ കൽപ്പിച്ചു. അടക്കിയ സ്ഥലത്ത് എന്തെങ്കിലും ഒന്ന് നാട്ടുമായിരുന്നു. അതെണ്ണി എത്ര പേരെ അവിടെ അടക്കിയിരിക്കുന്ന അറിയാമോ? 40 ലക്ഷം ദൈവമക്കളെ അടക്കിയിരിക്കുന്ന ശവക്കോട്ട ഈ ഭൂഗർഭത്തിനകത്താണ്. അവർ കർത്താവിനെ സേവിച്ചുകൊണ്ട് പ്രതിഫലമൊന്നും ഈ ആഴ്ചയിൽ പ്രാപിച്ചവരല്ല. അവർക്ക് തക്ക പ്രതിഫലമായി യേശു വരും. അങ്ങനെ ഇന്നും അടി കൊണ്ടിറങ്ങിയവരുണ്ട്. സ്തോത്രം. ഞാൻ ഹിന്ദുവായിരുന്നെങ്കിലും ക്രിസ്ത്യാനിയായതുകൊണ്ട് എന്നെ ആരും തല്ലിയിട്ടില്ല. എന്നാൽ എന്റെ ഭാര്യയും നമ്മുടെ ജ്യേഷ്ഠത്തിയും 12 വയസ്സിലും 8 വയസ്സിലൊക്കെ യേശുവിനെ സേവിക്കാൻ തുടങ്ങി. അടുത്തൊരു പെന്തിക്കോസ് പള്ളിയുണ്ട്. ഇതറിഞ്ഞപ്പോൾ മുതൽ അവിടെ പിതാവ് തല്ലാൻ തുടങ്ങി. യോഗ സ്ഥലത്ത് കയറിപ്പോയി പിടിച്ചോണ്ട് വന്നതല്ല. അടുത്ത ഞായറാഴ്ച പോരെന്ന് പറയും. എന്നാൽ അവിടെ പിതാവിന് ഞായറാഴ്ച ജോലി ഉണ്ടായതുകൊണ്ട് അടുത്ത ഞായറാഴ്ചയും പോകും. വൈകുന്നേരം അടി കൊള്ളും.
5 വർഷം തല്ലുകൊണ്ടിട്ട് പിന്മാറാതെ കർത്താവിനെ സേവിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ ഭാര്യയും അവരുടെ ജ്യേഷ്ഠത്തി. ഒടുവിൽ സ്നാനപ്പെടണം. അപ്പോൾ അവരെ അലട്ടി ചിന്ത, ഇതുവരെ അടി കൊണ്ടാലും വീട്ടിൽ കിടക്കാമായിരുന്നു, ഭക്ഷണവും കിട്ടുമായിരുന്നു. സ്നാനപ്പെട്ടാൽ ഇത് രണ്ടും നഷ്ടപ്പെടും. പക്ഷേ പഴയൊരു പാട്ടിൽ ഞാനുണ്ട്, ആഴിയെന്ന് ഓർത്തില്ല, ആഴമെന്ന് ആരാഞ്ഞില്ല, ഇറങ്ങി കർത്താവിന്റെ പിന്നാലെ. സ്നാനപ്പെട്ടു, വീട്ടിലേക്കുള്ള പ്രവേശനം നിന്നു. ഭക്ഷണവും വീട്ടിൽ നിന്ന് കിട്ടാതായി. എന്നാൽ എന്റെ ദൈവം വിളിച്ചിറക്കിയ ഒരുത്തനെയും വഴിയിൽ തേച്ച് പോയിട്ടില്ല. അങ്ങനെ വീട്ടുകാർ ഉപേക്ഷിച്ചു എന്നറിഞ്ഞപ്പോഴാണ് ഇളയ സഹോദരിയെ ഞാനും മൂത്ത സഹോദരിയെ പാസ്റ്റർ KM തോമസും നയാ പൈസ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ച ഉപദേശിമാരിൽ ഒരാളാണ് ഞാൻ. ആമേൻ. അതുകൊണ്ട് ഇതുവരെയും പട്ടിണി കിടക്കേണ്ടിയിട്ടൊന്നും വന്നിട്ടില്ല. ദൈവം ജീവിക്കുന്നു. കൂട്ടാറത് അവസ്ഥ. മുൻപോട്ടിറങ്ങാൻ മടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മൂത്ത ഏട്ടത്തിയുടെ കഥയും കൂടെ ഒന്ന് പറയട്ടെ. 3 പേരാണ് വീട്ടിലുള്ള സഹോദരിമാർ. 2 പേര് നല്ല വിശ്വാസികളാണ്. മൂത്ത സഹോദരി ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. അവരുടെ അമ്മയും അപ്പനും ആരെ സേവിക്കുമോ അവരെ സേവിക്കത്തുള്ളൂ. എന്നാൽ ഉടുത്ത തുണിയും ബൈബിളുമായി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഈ 2 സഹോദരിമാരെ ലോകത്തിൽ ദൈവം മാനിച്ച വിധമോർത്താൽ നല്ലൊരു പാഠം പഠിക്കാം. അതിലൊരു കാര്യം പറയാൻ സങ്കടമുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ ഒറ്റ മക്കൾ ഇതുവരെ ക്രിസ്തുവാസായിട്ടില്ല. കരുനാഗപ്പള്ളി നല്ല ഹൈസ്കൂളുണ്ട്, പാസ്സാകത്തില്ല. എന്നാൽ നേരെ മൂത്ത ജ്യേഷ്ഠത്തി KM തോമസ് എന്ന ആളിന്റെ മകള് കോട്ടയം ഗവൺമെന്റ് കോളേജിലെ ലെക്ചറാണ്. അവിടെ ഭർത്താവ് കേരളത്തിലെ വേൾഡ് മിഷന്റെ ചെയർമാനാണ്. അവന് 15,000 രൂപ ശമ്പളമാണ്. അവരുടെ മൂത്ത മകൻ MA BD കഴിഞ്ഞ് മെയിൽ നഴ്സിംഗ് കഴിഞ്ഞ് അമേരിക്കയിലെ ഒരു ആശുപത്രി ജോലി ചെയ്യുമ്പോൾ പെന്തിക്കോസ്ത് ചർച്ച് കൂടുകാരായ വെള്ളക്കാർ അവനെ ഒരു മീറ്റിംഗിൽ വെച്ച് കണ്ട് അവനെ അവരുടെ മിഷണറിയായി പൊന്നിലൂർ അയച്ചിരിക്കുകയാണ്. ഒരു വെള്ളക്കാരന്റെ സാലറി അവനുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇളയ മകളും ഞങ്ങളെക്കുറിച്ച് പറയുന്നതിൽ അത്ര താല്പര്യമില്ലെങ്കിലും ദൈവം ഉയർത്തി വിധം പറഞ്ഞാൽ എൻ്റെ ഇളയ മകൾ എക്കണോമിക്സ് എടുത്ത് BA കഴിഞ്ഞു. നാട്ടൻ കോളേജിൽ ചേർന്ന് കമ്പ്യൂട്ടർ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി. MAക്ക് പ്രൈവറ്റായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആലപ്പുഴ ഒരു നല്ല മാരേജ് വന്നയച്ചത്. അങ്ങനെ ഓരോരുത്തരും ദൈവത്തെ സേവിക്കുന്നതും സേവിക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കാണാം. പിന്നെ ചില ആളുകൾ ഞാൻ ഇറങ്ങിയാൽ എന്റെ കാര്യം എന്താകുമെന്നുള്ള ചിന്തയിൽ പുറകോട്ട് മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വരെ ദൈവം അനുഗ്രഹിച്ച വിധമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സ്തോത്രം. എന്നെ ആരും ക്രിസ്ത്യാനിയായിട്ട് തല്ലാതിരിക്കാൻ ഒരു കാരണം, എന്റെ സ്ഥലത്തുള്ള സാമാന്യം സൗകര്യമുള്ള എന്റെ സ്വന്തക്കാരായിരിക്കുന്ന ഹിന്ദുക്കളെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നവരും നേരം വയ്യുമ്പോൾ വേദപുസ്തകം വായിക്കുന്നവരും യേശുവിനെ ആരാധിക്കുന്നവരുമാണ്. ആമേൻ. അതുകൊണ്ട് നാട്ടുകാരും എന്നെ തല്ലാൻ തയ്യാറാകട്ടെ. എന്നാൽ അവർ 2 കാര്യം എന്നോട് പറഞ്ഞു. നീ സ്നാനപ്പെടരുത്, നിന്റെ പേര് മാറരുത്. പക്ഷേ ഞാൻ മനുഷ്യന്റെ ആലോചനയേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ ആലോചന അംഗീകരിക്കുന്നതാണ്. ഞാൻ സ്നാനപ്പെടാൻ പോകുന്നത് അറിഞ്ഞു. എന്റെ പെങ്ങളോട് അവരുടെ അമ്മായിയമ്മ, അതെന്റെ ഫാദറിന്റെ പെങ്ങളാണ്, അവരുടെ മോനാണ് എന്റെ പെങ്ങളെ കെട്ടിയിരി. എന്റെ പെങ്ങളെ വിളിച്ചു പറഞ്ഞു, നിന്റെ ആങ്ങളെ സ്നാനപ്പെടാൻ പോകുകയാണ്. സ്നാനപ്പെട്ടേച്ചു വന്ന നമ്മുടെ വീട്ടിൽ പ്ലേറ്റിലൊന്നും അവന് ചോറ് കൊടുക്കരുത്, മൺചട്ടി മേടിച്ച് വെച്ചേക്കണം, അതിലേ ചോറ് കൊടുക്കാവെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടാ ഞാൻ പോയി സ്നാനപ്പെട്ടു എന്ന് ഞാൻ പറയട്ടെ. എന്റെ സ്വന്തക്കാരുടെ കണ്ണുകൊണ്ട് കാണാത്ത ഭക്ഷണം എന്നെ കൊണ്ട് കഴിപ്പിച്ച ദൈവമാണ് എന്റെ ദൈവം.
അമേരിക്കയിൽ 5 പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. വെള്ളക്കാരുടെ ഭക്ഷണം വരെ കഴിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തക്കാരെ പ്രസാദിപ്പിക്കാൻ നിന്നെങ്കിലോ ഇതൊന്നും സാധ്യമായിരുന്നു. അതുകൊണ്ട് ഇറങ്ങി ഞാൻ മുൻപോട്ട്. ദൈവം എന്നെ അനുഗ്രഹിക്കാവുന്നതിന്റെ പരമാവധി അനുഗ്രഹിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ പാട്ടുപാടി സ്തോത്രം അടിച്ചെടുക്കാൻ കൊള്ളാമെന്ന് തോന്നുന്നു. വീണ്ടും പ്രാർത്ഥനയോടെ ദൈവസേന ഇരിക്കാം. 1 തെസ്സലോനി 1-ാം അധ്യായം പകുതിക്ക് ശേഷമുള്ള വാക്യം വായിച്ചുകൊണ്ട് പ്രസംഗം തുടരാം. മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ പുത്രനും, അവിടെ മുതൽ വേണേ വായിക്കാം. ഉണ്ടോ? 1 തെസ്സലോനി 1-ാം അധ്യായം 9-ന്റെ പകുതിക്ക് ശേഷം. ഞങ്ങൾക്കും നിങ്ങളുടെ അടുക്കൽ, അത് വേണ്ടല്ലോ, ഞാൻ പറഞ്ഞു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും ആമേൻ. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട്. തെസ്സലോനിക്കർ എന്തിനു വേണ്ടി ക്രിസ്ത്യാനിയായി? മറുപടി, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കുവാൻ വരുന്ന കർത്താവാകുന്ന യേശുവിന്റെ വരവ് കാത്തിരിക്കാൻ അവർ ക്രിസ്ത്യാനിയായി. ആ വാക്യത്തിന്റെ ആശയം, മഹോപദ്രവത്തിൽ കൂടി സഭ പോകത്തില്ല എന്നാണ്. വരുവാനുള്ള കോപം അത് മഹോപദ്രവമാണ്. എന്നാൽ ഞാൻ 51-ൽ പഠിപ്പിക്കാൻ കയറിയിട്ടും 91 മുതലാണ് പിള്ളേർ ചോദിക്കാൻ തുടങ്ങിയത്, സാറേ സഭ മഹോപദ്രവത്തിൽ കൂടെ പോകുമോ? അതുവരെ ആരും ചോദിച്ചിരുന്നില്ല. കാരണം 90 കഴിഞ്ഞപ്പോഴത്തേക്ക് സഭ മഹോദരത്തിൽ കൂടെ പോകുമെന്ന് എഴുതിയ പുസ്തകവും പഠിപ്പിക്കുന്ന ആളുകളും എഴുന്നേക്കാൻ തുടങ്ങി. എന്റെ മറുപടി, സഭ മഹോദരത്തിൽ കൂടെ പോകത്തില്ല. പിന്നെ എന്തിനാ അവരങ്ങനെ എഴുതിയത്? യേശുവിന്റെ മേഘപ്രത്യക്ഷതയിൽ എടുത്തു കൊള്ളപ്പെടുമെന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട ഉപദേശി തന്റെയും തന്റെ ആളുകളുടെ ആശ്വാസത്തിന് വേണ്ടി എഴുതിയ പുസ്തകമാണ്. റോമാലേഖനം 11-ാം അധ്യായം 25, 26, അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 14, 15 ഈ വാക്യങ്ങൾ കൊണ്ട് സഭ മഹോദരത്തിൽ കൂടെ പോകത്തില്ലെന്ന് വേഗത്തിൽ തെളിയിക്കാൻ കഴിയും. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോഴും ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഇസ്രായേലിനും കാഠിന്യം ഭവിച്ചിരിക്കുന്ന കാലമാണ് ഈ കൃപായുഗം. ഇതുവരെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്നത് വരെ. ആമേൻ. സഭയെ ദേവാലയത്തോട് ഉപമിച്ച് എഫേസ്യ ലേഖനം 20 മുതൽ 22 വരെ ഉള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങളും ദൈവത്തിന്റെ നിവാസമാകണമെന്ന് പരിശുദ്ധാത്മാവിനാൽ ഒരുമിച്ച് ചേർത്ത് പണിത് വരുന്നു. ഒരാലയം പണിയാൻ ഒരാൾ തുടങ്ങിയാൽ എന്നും പണിതുകൊണ്ടിരിക്കുകയില്ല. അതിന് മുകളിലത്തെ മൂലക്കല്ല് എപ്പോൾ പിടിച്ചു വെക്കുമോ പണി നിർത്തും. സഭയാം ആലയത്തോടിനി എത്ര കല്ലൂടെ ചേരണമെന്ന് എന്റെ കർത്താവിനറിയാം. ഒടുവിലത്തെ കല്ല് ഇന്ന് രാത്രി ചേരുന്നെങ്കിൽ ഇന്ന് രാത്രി പണി നിർത്താൻ പോകുകയാണ്. പിന്നെ ആരോട് ഇടപെടും? യാക്കോവിന്റെ വീണുപോയ കൂടാരം പണിത് നിവർത്താൻ. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 14-ാം വാക്യം. ദൈവം തന്റെ നാമത്തിനായി കടാക്ഷിച്ചു. ആമേൻ. അതിന് അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരം പണിത് നിവർത്താൻ അങ്ങോട്ട് പോകും. ജാതിയിൽ നിന്ന് ഒരു ജനത്തെ, അതാണ് ക്രിസ്തുവിന്റെ സഭ, അതാണ് ക്രിസ്തുവിന്റെ മണവാളി. ഒറ്റ ജനം അതെടുത്തു കഴിഞ്ഞാൽ ദൈവം മറ്റവരെ ഉയർത്താൻ പോകുകയാണ്. ഇനിയും വരുവാനുള്ള കോപം വെളിപ്പാട് 6:17 അറിയാമോ?
അതും കൂടാതെ യെശയ്യാ 13:9-10 കൂടെ ഒന്ന് കയറി പോണം. വെളിപ്പാട് 6:17 അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ഒരു ചോദ്യമാണ്. അവരുടെ മഹാകോപ ദിവസം വന്ന് ആർക്ക് നിൽക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ആ കോപ ദിവസം വന്നാൽ ഒരുത്തിനും നിൽക്കാൻ കഴിയത്തില്ലെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. എന്തിനാണ് ഈ കോപ ദിവസം വരുന്നത്? യെശയ്യാ 13:9-10 ദേശത്തെ ശൂന്യമാക്കുവാനും പാവികളെ അതിൽ നിന്ന് മുടിച്ചു കളയാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. യഹോവയുടെ കോപ ദിവസം വരുന്നു. അത് അതികോപത്തോടെ വരും. രണ്ട് കാര്യം ഇവിടെ നടക്കാൻ പോകുകയാണ്. ദൈവസഭ ഇവിടുന്ന് പോയാൽ എന്ത് സംഭവിക്കും? അതാണ് ഞാൻ പ്രസംഗിക്കുന്ന വിഷയം. എന്ത് സംഭവിക്കും? ഒന്ന്, ഈ ഭൂമിയെ ശൂന്യമാക്കും. അതിനെന്ത് ചെയ്യും? ഇന്ന് ദൈവസഭ ഇവിടുന്ന് പോയാൽ 3.5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന 3.5 കൊല്ലത്തിനകത്ത് 5 ഭൂകമ്പം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ആർക്ക് നിൽക്കാൻ കഴിയും? വാക്യത്തില് വെളിപ്പാട് 6, 12, 8, 5, 11, 13, 11, 19, 16, 17, 18 എല്ലാം വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് 16, 18 എന്ന് വായിച്ചാൽ ഒരു കാര്യം ഞാൻ വിശദീകരിക്കാം. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പം ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. ആമേൻ. ഇതുവരെയും ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പം ദൈവസഭ ഇവിടുന്ന് പോയ ശേഷം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. മറ്റേ വാക്യങ്ങളിൽ എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ 6, 12, 8, 5, 11, 13, 11, 19, 16, 17, 18 അതിൽ ഈ 16, 18 വായിച്ചത് ഒരു കാര്യം ബോധ്യപ്പെടുത്താനാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭൂകമ്പം, അതിലേറ്റവും വലിയൊരു ഭൂകമ്പം ഇതാ അയക്കാൻ പോവുകയാണ്. ആമേൻ. ഇതുവരുണ്ടായ ഭൂകമ്പത്തിൽ ഏറ്റവും വലുത് എന്നാണെന്ന് ഞാൻ പേപ്പറിൽ നിന്ന് വായിച്ചത് ഉദ്ധരിക്കാം. AD 1556 ചൈനയിൽ ഉണ്ടായ ഭൂകമ്പമാണ് മനുഷ്യചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂകമ്പം. മരിച്ചവരുടെ എണ്ണം 7 ലക്ഷം. മനസ്സിലായോ? ഇത് ഞാൻ തെളിവുണ്ടായതുകൊണ്ടാണ് പറയുന്നത്. 1993 ഒക്ടോബർ മാസം 1-ാം തീയതിയോ 2-ാം തീയതിയോ മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ ഭൂകമ്പം ഉണ്ടായില്ല. അതിന്റെ പിറ്റേന്നത്തെ മനോരമ പേപ്പറിൽ ഈ കണക്ക് ഭംഗിയായിട്ട് എഴുതിയിരുന്നു. ഞാൻ വായിച്ചു, ഒരു ഡയറി കുറിച്ചു. അതാണ് ഇപ്പോൾ ഉദ്ധരിച്ചത്. എന്നാൽ ദൈവസഭ പോയാൽ യേശുവിന്റെ മഹത്വ പ്രതിഷ്ഠയ്ക്ക് മുമ്പേ 7ാമത്തെ ക്രോധകലശം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭൂകമ്പം ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭൂകമ്പത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പമായിരിക്കും. അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. 2 കാര്യം. ഒന്ന്, ദ്വീപുകൾ പിന്നുണ്ടായിരിക്കത്തേ ഇല്ല. അങ്ങനെയാണെങ്കിൽ സിലോൺ പിന്നെ കാണത്തേ ഇല്ല. അങ്ങനെ എത്രയെല്ലാം ദ്വീപ്. ഈ രാജ്യങ്ങളിൽ ദ്വീപുണ്ടെങ്കിൽ പിന്നെ കാണത്തില്ല. ആമേൻ. പിന്നെ ഞങ്ങളെ ബാധിക്കുന്ന ഒരു പോയിന്റും അതിനെഴുതിയിട്ടുണ്ട്. മലകളും കാണാൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ട, പത്തനാപുരം, കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ് അതൊന്നും പിന്നെ കാണേണ്ടി വരത്തില്ല. പ്രേഷ്ഠലോ ഈ ഗൾഫിലും ദ്വീപുണ്ടെങ്കിൽ അതോടെ തീരും. എനിക്കൊരിക്കൽ കുവൈറ്റിലേക്ക് പോകണമായിരുന്നു. ബഹറിൽ നിന്ന് 30 മൈൽ ദൂരമേ ഉള്ളൂ. കടലുണ്ടായതുകൊണ്ട് പ്ലെയിനിലാണ് പോയി. ബഹറിന് കൊട്ടാറിൽ പോകണമായിരുന്നു. ദൂരം വരുന്നില്ലെങ്കിലും കടലുള്ളതുകൊണ്ട് പ്ലെയിനാണ് പോയത്. അതുകൊണ്ട് ദൈവസഭ പോയാൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടാകും. എന്നാൽ ദൈവമക്കൾക്ക്
അത് ബാധകമല്ല. കാരണം നമ്മൾ ആരും അന്നിവിടെ ഉണ്ടായിരിക്കത്തില്ല. ഓ, ദൈവം തന്റെ സഭ ഇവിടുന്ന് മാറ്റി ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. യെശയ്യാ 26:20 എന്റെ ദൈവമേ, വന്ന് നിന്റെ അറയിൽ കിടന്ന് ക്രോധം കടന്നു പോകുമ്പോഴും വാതിലടച്ചിരിക്കുക. എനിക്ക് ഈ ദേശനിവാസികളെ അവരുടെ അകർത്തി നിമിത്തം ഒന്ന് സന്ദർശിക്കാൻ ഇറങ്ങി വരണം. എന്നേ വരേണ്ടതാണ്. എന്നാൽ എന്താ താമസിക്കുന്നത്? യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഇവിടുന്ന് മാറ്റാതെ ദൈവത്തിന് ഈ നാട്ടുകാരെ ഒന്ന് സന്ദർശിക്കാൻ വരാൻ കഴിയത്തില്ല. ആകയാൽ ഇതുവരെയും രക്ഷിക്കപ്പെടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ രാത്രി വിളിച്ചപേക്ഷിച്ച് രക്ഷപ്പെട്ടുകൊണ്ടുണ്ടെങ്കിൽ, ഓ ജീസസ്, ഇനി പാപികളെ എങ്ങനെ മുടിക്കും? യവന്മാരെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ ദൈവത്തിന് പരിപാടിയില്ല. ഇവരെ മുടിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയായിരിക്കും? വെളിപ്പാട് 6:7-8 4-ാമത്തെ മുദ്ര പൊട്ടിച്ചു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതുമേലിരിക്കുന്നവന് മരണമെന്ന് പേർ. അവിടെ നിന്ന് നിർത്തിയ അതിന്റെ അർത്ഥം ഞാൻ ഒന്ന് പറയാം. ബൈബിളിൽ മരണവും പാതാളവും കൂടെ ഒരുമിച്ചൊരു സവാരിക്കിറങ്ങാൻ പോവുകയാണ്. എപ്പോൾ? ദൈവസഭ പോയി കഴിഞ്ഞാൽ, ചില നാളുകൾ കൂടെ കഴിഞ്ഞാൽ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പാതാളം മരണത്തോട് പറയുന്നത്, മരണമേ, നീ എത്ര പേരെ കൊന്നാലും സ്വീകരിക്കാൻ ഞാൻ പുറകെ വന്നോളാം. കൊല്ലാവുന്നിടത്തുള്ളൂ കൊന്നോളാം. 4-1 4 ബാധയാൽ കൊല്ലപ്പെടാൻ പോകുകയാണ്. എന്തെല്ലാം? വാൾ, അതിനാൽ യുദ്ധം. 2 ക്ഷാമം. 3 മഹാവ്യാധി. 4 വന്യമൃഗ സംഹാരം. കേരളത്തിൽ ഫോറസ്റ്റിൽ കയറി ഒരു മൃഗത്തെയും വെടിവെക്കാൻ പാടില്ല. വന്യമൃഗ സംഹാര പദ്ധതി പാസാക്കിയിരിക്കുക. അസംബ്ലിയിൽ ആരോ അങ്ങനെ പ്രമേയം അവതരിപ്പിച്ചു. വോട്ടിനെടുത്തും പാസ്സായി. എന്തിനാ സർക്കാരെ ഈ വന്യമൃഗ സംരക്ഷണ പദ്ധതി പാസാക്കിയത്? അവർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ വന്നുകൂടി. ദൈവത്തിന് ഈ വന്യമൃഗത്തിന്റെ എണ്ണം പെരുകാൻ ആവശ്യമുണ്ട്. കാരണം യേശുവിനെ വേണ്ടാത്തവനെ കടിച്ചു കീറണം. അതിനാണ് ഈ മൃഗങ്ങളെ വളർത്തിയിരിക്കുന്നത്. അതിലൂടെ ചേർക്കണം എസെക്കിയേൽ 14:21, ഇരമ്യ 15:3. ദൈവത്തിന്റെ ആയുധപ്പരയിൽ 4 ആയുധം സംഭരിച്ചു വെച്ചിരിക്കുകയാണ്, പ്രയോഗിക്കാൻ പോകുന്നു. കൊന്നുകളവാൻ വാളും പറിച്ചു കീറുവാൻ നായ്ക്കളും തിന്നുമുടുപ്പാൻ ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങൾ, ഇങ്ങനെ 4 വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ദൈവം പറയുന്നു, കൊന്നുകളയാൻ വാളും കടിച്ചു കീറാൻ നായ്ക്കളെയും തിന്നുമുടിക്കാൻ പക്ഷികളെയും പിന്നെ മൃഗങ്ങളെയും. നാട്ടിലൊക്കെ അൾസേഷൻ പട്ടി വളർത്താത്ത ആളുകൾ വളരെ കുറവാണ്. പിള്ളേർക്ക് ചാപ്പാട് കൊടുക്കാനില്ലെങ്കിലും പട്ടിക്ക് ചാപ്പാട് കൊടുക്കാൻ പട്ടിയുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? 4-ാമതിന് പട്ടിക്കുമ്പോൾ അമ്മച്ചയെ കടിച്ചു കയറാം. ഇറച്ചിയും കൊണ്ടില്ല, കടിച്ചും കീറും. അടുത്ത മോളി എന്നാ മോളെയും കടിച്ചു കീറും. അപ്പൻ ചെന്നാ അപ്പനെയും കടിച്ചു കീറും. എന്നാ വിശുദ്ധന്മാരെ കടിച്ചു കീറാൻ അവരെ ഇവിടെ കിട്ടത്തില്ല. നമ്മൾ സ്വർഗത്തിലായിരിക്കും. ആകയാൽ ഈ പട്ടി തന്നെ കടിച്ചു കയറാതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ ഒരുങ്ങിക്കൊള്ളണം. ഇനി എസെക്കിയേൽ പറയുന്ന അത് ഇതുപോലത്തെ 4 ആയുധം. 14:21 മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് പ്രകാരം ചെയ്യുന്നു, ഞാൻ യെരൂശലേമിൽ മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന്
വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ? 4,000 ദൈവത്തിന്റെ ആയുധപ്പരയിൽ സംഭരിച്ചിരിക്കുന്നു. ദൈവജനത്തെ സ്വർഗത്തിലേക്ക് മാറ്റിവെച്ചത് ഇത് 4 കൂടെ പ്രയോഗിക്കാൻ പോകുകയാണ്. ഇനിയും മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കത്തക്ക ക്ഷാമം എങ്ങനെ ഉണ്ടാകും? അവിടെ ക്ഷാമത്താൽ ആളുകൾ കൊല്ലപ്പെടുന്ന രീതിയിലുണ്ട്. അതിന് ദൈവം ചെയ്യാൻ പോകുന്നത് ഇവിടെ തീമഴയായിരിക്കും. വെളിപ്പാട് 8:7 ഒന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ രക്തം കലർന്ന തീമഴ പെയ്തു. കേരളത്തിൽ ഇതിന്റെ മുന്നോടിയാണ് ചുവന്ന മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ പൊന്നൂരിനടുത്തും കയറി പെയ്തു. ഇതൊക്കെ പെയ്ത് പേപ്പർ വാർത്ത കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, തീമഴ പെയ്യാൻ പോകുന്നു. അതിന്റെ മുന്നറിയിപ്പാണിത്. അത് തന്നെയല്ല, കേരളത്തിൽ നിങ്ങളിവിടെ ആകുമ്പോൾ അറിയത്തില്ലെന്ന് തോന്നുന്നു, കിണർ താഴുന്നു. എന്താ കിണർ താഴുന്നത്? യെശയ്യാ 24:18 വായിച്ചാൽ എളുപ്പം കിട്ടും. ഭൂമി കിറുകിറ കീറുന്നു, കിടകിട കിടുങ്ങുന്നു, കാവൽ മാടം പോലെ ആടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഭൂമി കിറുകിറ കീറിയാൽ ഏത് കിണറാ താഴാത്തത്? ഇതെല്ലാം ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ ആ തീമഴ പെയ്ത് എന്തോ സംഭവിച്ചു? വെളിപ്പാട് 8:7 ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. ജീസസ്. ഒന്നാം ദൂതം ഊതുമ്പോ ഈ മഴ പെയ്യും. 1/3 വേഗം. സസ്യാദികൾ, വൃക്ഷങ്ങൾ, പച്ചപ്പുല്ല്. അതിനാൽ ഇവിടുത്തെ ആളുകൾ പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. ഇന്ത്യയിൽ നിന്നൊക്കെ അരിയെ വന്നെങ്കിലല്ലാതെ ഇവിടെ താമസിക്കുന്നതിന് വല്ലതും അരി മേടിച്ച് വേവിച്ച് തിന്നത്തുള്ളൂ. തീമഴ പെയ്താൽ ആരായിരിക്കും അരി? അതിന് യേശുവിനെ വേണ്ടാത്തവൻ പട്ടിണി കിടന്ന് ചാകത്തക്ക ഒരു സാഹചര്യം ഇവിടെ വരാൻ പോകുകയാണ്. അപ്പൊ ചോദിക്കും, സ്വർഗത്തിൽ പോയിരുന്നോ കഴിക്കും? മത്തായി 8:11, ലൂക്കോസ് 13:29. മത്തായി പറയുമ്പോൾ കിഴക്ക് നിന്നും പടിഞ്ഞാറിൽ നിന്നും അനേകർ വന്ന് സ്വർഗരാജ്യത്തിൽ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിക്കിരിക്കും. എന്നാൽ ലൂക്കോസ് അങ്ങനെയല്ല പറയുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറിൽ നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വരും. സ്വർഗത്തിൽ പോയ ദൈവമക്കൾ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുമ്പോ യേശു വേണ്ട, അവനോട് പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ ഒരുങ്ങുക. അതിനായി ഉണരുക. ഇല്ലെങ്കിൽ ഇത് അനുഭവിക്കേണ്ടി വരും. ഇനിയും രണ്ടാമത്തെ കാഹളം ദൂതൻ ഊതി. 8-ാം അധ്യായം ഏതാണ്ട് 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. അവിടെ 1/3 ചത്തുള്ളൂ. എന്നാ 16ലേക്ക് പോകണം. രണ്ടാമത്തെ ക്രോധകലശം നദികളിലും നീരറുകളിലും ഒഴിച്ചു. അപ്പോൾ മരിച്ചവന്റെ രക്തം പോലെയായി സമുദ്രത്തിലെ വെള്ളം. അപ്പൊ എന്തുമാത്രം ജീവി ചത്തു? വായിച്ചു നോക്കണം. ഒന്നാമത്തവൻ പോയി, അത് വേണ്ട. രണ്ടാമത്തവൻ തന്റെ കലത്തിൽ സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുവൊക്കെ ചത്തുപോയി. മീനില്ലാതെ ചാപ്പാട് കഴിക്കുന്നവന്റെ അവസ്ഥ അന്ന് ഒന്ന് നോക്കണം. ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് നേരം വെളുക്കുമ്പോൾ ജീപ്പിൽ മീൻ വരും, പിന്നെ മോട്ടോർ സൈക്കിളിൽ, പിന്നെ തലച്ചോട്ടിൽ, അങ്ങനെ എല്ലാ സ്ഥലത്തും മീനെത്തും. എന്നാൽ രണ്ടാമത്തെ ക്രോധകലശം സമുദ്രത്തിൽ ഒഴിക്കുന്നതിന്റെ പിറ്റേന്ന് മുതൽ ഒരുത്തനും മീൻ കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കും, പണമുണ്ടായാലും നല്ല മീനുമൊക്കെ മേടിച്ച് ചാപ്പാട് കഴിക്കണമെങ്കിൽ
ദൈവമക്കൾ ഇവിടെ കിടക്കുന്ന കാലം വരെ നിനക്കൊക്കത്തുള്ളെന്ന്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നിലം വിതയ്ക്കുന്നവൻ വളമിടുന്നത് അവിടുത്തെ വിത്തിന് വേണ്ടിയാണ്. എന്നാൽ കള അതിന്റെ വളമെടുത്ത് വിത്തിനേക്കാൾ 1/2 മുഴം ഉയരത്തിൽ കയറി വരുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ നന്മയൊക്കെ വാസ്തവത്തിൽ ദൈവം തന്റെ ജനത്തെ ഉദ്ദേശിച്ചാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് അവരെക്കാൾ 1/2 മുഴം കൂടെ പൊങ്ങിയിരിക്കുക. ദൈവജനം പോയി കഴിയുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ദൈവജനത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. അതെ, എവിടെ കൊണ്ട് തെളിയിക്കുന്നറിയാമോ? ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിന്റെ ആ സ്വപ്നവും അതിന്റെ അർത്ഥവും പറയാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും കൽദയരെയും വിദ്വാൻമാരെയും ഒക്കെ വരുത്തി. പക്ഷേ അവരോട് പറയുന്നത്, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, സമ്മാനം കിട്ടും, സ്ഥാനമാനം കിട്ടും, ഇല്ലെങ്കിലോ നിങ്ങളെ കഷണം കഷണമായി കാശ്. എന്നാൽ അവരെ മുഴുവൻ കൊല്ലത്തക്കൊണ്ടും വിധി പ്രസ്താവിച്ചപ്പോൾ അവര് രക്ഷപ്പെടാൻ ഒറ്റ കാര്യം ദാനിയേൽ പറഞ്ഞു, അവരെ ആരെയും കൊല്ലണ്ട, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ദാനിയേൽ അവിടെ ഇല്ലായിരുന്നെങ്കിൽ മന്ത്രവാദികളുടെയും ആഭിചാരകന്റെയും കൽദയന്റെയും വിദ്വാന്റെയും കഥ ഒരുമിച്ച് കഴിയുമായിരുന്നു. അതുപോലെ ഈ ലോകം ന്യായവിധിക്കിരയാകാൻ താമസിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ദാനിയേലന്മാർ, ദൈവത്തിന്റെ പ്രാർത്ഥനക്കാരായ വിശുദ്ധന്മാരിവിടെ ഉള്ളതുകൊണ്ടാണ് ലോകം ന്യായവിധിക്കിരയാകാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും 3-ാമത്തെ ദൂതൻ കാഹളം ഊതി. വെളിപ്പാട് 8:10. അപ്പൊ 3-ാമത്തെ ക്രോധകലശത്തിൽ കൂടെ വരണം. 3-ാമത്തെ ദൂതനൂതി. അപ്പോൾ ദീപം പോലെ ചലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തുനിന്ന് വീണു. നദികളിൽ 3-1 നീരുറകളിന്മേലുമായി ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 3-1 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. യിരെമ്യാ 9:15, 23:15. യിരെമ്യാവ് ഇത് കുറെ കൂടെ കടുപ്പം കൂട്ടിയാ പറയുന്നു. ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിക്കും, നഞ്ചു വെള്ളം യവന്മാരെ കുടിപ്പിക്കും. പിന്നെ ഷാപ്പിൽ പോണ്ട, കുടിച്ചാൽ ഉടനെ തല കറങ്ങി വീഴത്തക്ക വെള്ളം പൈപ്പിൽ കൂടെ വരും, കിണറ്റിൽ കൂടെ വരും, നദിയിൽ പോയാലും അത് തന്നെയാണ്. ഈ ജനത്തെ ദൈവം നഞ്ചു വെള്ളം കുടിപ്പിക്കാൻ പ്ലാനിട്ടിരിക്കുകയാണ്. അപ്പൊ സ്വർഗത്തിൽ പോയിരുന്ന കുടിയും വെളിപ്പാട് 7-ന്റെ ഒടുവിൽ സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവനീരുറവിലേക്ക് നടത്തും. സ്വർഗത്തിൽ പോയ ദൈവമക്കൾ ജീവനീരുറവിൽ നിന്ന് കുടിക്കുമ്പോൾ യേശു വേണ്ട, ചാരായം മതി, ഇവനെ നഞ്ചു വെള്ളം കുടിപ്പിക്കാൻ ദൈവം പരിപാടി ഇട്ടിരിക്കുകയാണ്. അത് കുടിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും രക്ഷിക്കപ്പെടണം, ഇപ്പോഴെങ്കിലും യേശുവിന് വരവനായി ഒരുങ്ങണം. ഗൂഢാദവാസ്. ഇനിയും അത് വെളിപ്പാട് 16-ലേക്ക് പോയാൽ 3-ാമത്തെ ദൂതൻ ക്രോധകലശം ഒഴിഞ്ഞു. 3-ാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവകളിൽ ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിന്തിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചിന്തുന്ന ലോകമേ, നിന്നെ രക്തം കുടിപ്പിക്കാൻ ദൈവം പരിപാടി ഇട്ടിരിക്കുകയാണ്. നീരുറവുകളിലെയും നദികളിലെയും വെള്ളം രക്തമായി. അത് കുടിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ന് കാഹളം ധ്വനിച്ചാൻ പോകത്തക്കവണ്ണം ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരുങ്ങുവീ, ഉണരുവീ.
അതല്ലെങ്കിൽ ഇത് കുടിക്കേണ്ടി വരും. ഹപ്പ ന്യായവിധിയുടെ കാഠിന്യം വർദ്ധിക്കുന്നു. 9-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് പോകണം. 9-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് പോകണം. 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ 5-ാമത്തെ ദൂതനൂതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തും ഭൂമിയിൽ നിന്ന് വീട് കിടക്കുന്നത് ഞാൻ കണ്ടു. അവൻ അഗാധകൂപത്തിന് താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരുഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശം ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി പുറപ്പെട്ടു. അതിനെ ഭൂമിയിലെ തേളുകളുടെ ശക്തി ലഭിച്ചു. ഈ വീണ് കിടക്കുന്ന ദൂതന്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നു. ഈ വീണ് കിടക്കുന്ന അതാരായിരിക്കാം? അതാ ലൂസിഫർ തന്നെയാണ്. അവനെ കൊണ്ട് ചില ജോലി ദൈവം ചെയ്യിപ്പിക്കാറുണ്ട്. ഈ നാടുന്ന ധൂപം തുറയ്ക്കാൻ അവനെ നിയോഗിച്ചു. പെരിഞ്ചൂളയിലെ പുക പോലെയാണ് കയറി വന്നത്. അതിൽ നിന്ന് വെട്ടിക്കിളി പുറപ്പെട്ടു. വെട്ടിക്കിളിക്ക് ഒരു ഓർഡർ ദൈവം കൊടുത്തിട്ടുണ്ട്. വൃക്ഷങ്ങൾക്കോ പച്ചയായ യാതൊന്നിനുമോ കേട് വരുത്തരുത്. ദൈവത്തിന്റെ മുദ്ര നെറ്റിയിൽ ഇല്ലാത്തവനെ കുത്തണം. മുദ്ര ആർക്കേ ഉള്ളൂ? രൂപീൻ ഗോത്രത്തിന് 12,000, ശാഖർ ഗോത്രത്തിന് 12,000, ഇങ്ങനെ ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 വീതം മുമ്പോട്ട് വന്നവരുടെ നെറ്റി മാത്രമേ ദൈവത്തിന്റെ മുദ്ര കാണൂ. പെന്തിക്കോസുകാരനല്ലത്. ആമേൻ. അതുകൊണ്ട് കൈവിടപ്പെടുന്നവരിൽ പെന്തിക്കോസുകാരൻ ഉണ്ടായാൽ പോലും അവനും 5 മാസം ഈ കുത്തുകൊള്ളേണ്ടി വരും. കാരണം അവരുടെ ആരുടെയും നെറ്റിയിൽ മുദ്രയില്ല. ദൂതന്മാരാണ് മുദ്രയിട്ടിരിക്കുന്നത്. എന്നാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് ദൈവമാണ്. അത് നെറ്റിയിലല്ല, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിലാണ് മുദ്രയിട്ടിരിക്കുന്നത്. പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോകും. അവിടെ കീഴോട്ട് വായിച്ചു വരുമ്പോൾ ഇതിന്റെ കുത്തുകൊള്ളുമ്പോൾ മരിക്കാൻ ആളുകൾ കൊതിക്കും. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ആമേൻ. എന്ന് പറഞ്ഞാൽ ഇന്ന് വലിയ പ്രശ്നം നേരിട്ട അപ്പനും അമ്മയും മക്കളും കൂടെ വിഷം കുടിച്ചാവും. അന്ന് വിഷം കുടിച്ചാൽ അമ്മയും അപ്പനും മക്കളും കൂടെ 5 മാസം അവിടെ കിടക്കണം. 5 മാസം കഴിഞ്ഞെങ്കിൽ മരണം ഉണ്ടാവും. ഇനി കയറെടുത്തുകൊണ്ട് തൂങ്ങിയാലോ 5 മാസം അവിടെ കിടക്കണം. പിന്നെ ആൾ ചാകത്തും. ജസ്കോ ന്യായവിധിയുടെ കാഠിന്യം വർദ്ധിച്ചു വരുന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ. സമാധാനത്തിന്റെ പ്രഭു ഹൃദയത്തിൽ വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല. ഈ പീഡയിൽ കൂടെ പോകേണ്ടി വരികയില്ല. കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാത്തവനല്ല ഇതിന്റെ കുത്തുകൊള്ളേണ്ടി വരും. ആരെടുത്തുകൊള്ളപ്പെടും? അനേക പോയിന്റ് പ്രസംഗിക്കാനുണ്ട്. ലൂക്കോസ് 21-36 വാക്യം വായിച്ചാൽ അതിന്റെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് ആരാ എടുത്തുകൊള്ളപ്പെടുന്നത്. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് എന്നേ മലയാളത്തിലുള്ളൂ. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്ന വർത്തി എന്ന പദമാണ്, യോഗ്യൻ എന്നാണ്. 1:15 വർത്തി. അതുകൊണ്ട് ആരെടുത്തുകൊള്ളപ്പെടും? എന്റെ മറുപടി, എടുത്തുകൊള്ളപ്പെടാൻ ആവശ്യമായി യോഗ്യത ആർക്കുണ്ട് അവൻ എടുത്തുകൊള്ളപ്പെടും. മിലിറ്ററി ഓഫീസർ വലിയ സിറ്റിയിലൊക്കെ വന്ന് ഏതെങ്കിലും കെട്ടിടത്തിൽ വാടകയ്ക്ക് വാർത്തുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറയും, മിലിറ്ററി ആളിനെ റിക്രൂട്ട് ചെയ്യാൻ ഞാൻ വന്നിരിക്കുകയാണ്. 5.5 അടി ഉയരം, 35 ഇഞ്ച് ചുറ്റളവ്, 110 റാത്തൽ തൂക്കം, SSLC പാസ്സായവർക്ക് വരാം. ഒരു 4ാം ക്ലാസ്സുകാരനും ചെന്നാൽ എവിടെ വരെ ചെല്ലും? സെക്യൂരിറ്റി പോലീസ് നിൽക്കുന്നവരെ ചെല്ലും. 3.25 അടി ഉയരമുള്ളവനും ഞാനും പോവുക, എവിടെ വരെ ചെല്ലും? ഗേറ്റിന്റെ അടുക്ക് വരെ ചെല്ലും. ഇതുപോലെ എടുത്തുകൊള്ളപ്പെടാൻ ആവശ്യമായ യോഗ്യത കരസ്ഥമാക്കാതെ ഞാനും പോകും എന്ന് കാത്തിരിക്കുന്നവൻ കൈവിടപ്പെടാൻ പോകുകയാണ്.
ഹല്ലേലൂയ. ഇനി അടുത്തത് 2 കാഹളം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. 6-ാമത്തെ കാഹളം കൂടി 13-ാം വാക്യം മുതൽ 9-ാം അധ്യായം. 6-ാമത്തെ ദൂതനോതി, ഇപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്, യൂഫ്രട്ടീസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന ലൂസിഫേറിന്റെ കൂടെ വീണതിൽ 4 പേരെ ഇറാഖിൽ കൂടെ ഒഴുകുന്ന ആ നദിയുടെ തീരത്ത് അന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. 6-ാമത്തെ കാഹളം മുതമ്പോൾ അവന്മാരെ 4 പേരെയും അഴിച്ചുവിടാൻ ഓർഡർ വിട്ടു. അഴിച്ചുവിട്ടാൽ ഉടനെ ഇന്ന മാസം മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. അതെ, 10,000 മടങ്ങ് 20,000. വേറെ ചില ബൈബിളിൽ എഴുതിയിട്ടുണ്ട് 20 കോടി. ആമേൻ. 20 കോടി പടയാളികളുള്ള ഗവൺമെന്റ് ഇല്ല. 20 കോടിയൊന്നും ഒരു ഗവൺമെന്റിന് പോറ്റിപ്പുലർത്താൻ ഒക്കത്തില്ല. എന്നാൽ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഇവരെ അഴിച്ചുവിട്ടാൽ ഉടനെ മനുഷ്യനെ കൊല്ലാൻ 20 കോടി കുതിരപ്പട, അത് അമാനുഷ്യ ജീവിയാണ്, അത് പതുക്കെ ഇറങ്ങി വരാൻ പോകുകയാണ്. ഒറ്റ നാഴികയുണ്ട് 3 നാളുകളെ കൊല്ലും. അതിന്റെ ഏതാണ്ട് 17-ാം വാക്യത്തിൽ എങ്ങനെയാ അത് കൊല്ലുന്നത്? ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. അടുത്തത്, കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. മനുഷ്യനെ കൊല്ലുന്ന വിധം: 1 തീ, 2 ഗന്ധകം, പിന്നെ ഇത്രയുള്ളോ? വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. ഈ 20 കോടി കുതിരപ്പടയുടെ വായുധങ്ങൾ പുറപ്പെടുന്ന തീയാലാണ് ആളുകൾ കൊല്ലപ്പെടാൻ പോകുന്നത്. ഈ 4 ദൂതന്മാരെ ജനറൽ കമാൻഡർമാരായി കണക്കാക്കിയാൽ ഒരു ജനറൽ കമാൻഡറിന് 5 കോടി പട്ടാളമുണ്ട്. അതുകൊണ്ട് ആ 5 കോടി 4 പേരുടെയും ഓർഡർ അനുസരിച്ച് മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുമ്പോ ഒറ്റ നാഴിക കൊണ്ട് 1/3 ചാകും. 300 കോടി ആളുകളാണ് കൈപ്പിടപ്പെടുന്നെങ്കിൽ ഈ ബാധയോടുകൂടി 100 കോടി പോകും. ഒരു ദൂതൻ 5 പേരെ വീതം കൊന്നാൻ മതി. ഇതിവിടെ ഒരു ഭാഷന് വേണ്ടി എഴുതി വെച്ചിരിക്കുകയല്ല. അക്ഷരീയമായി ഇവിടെ നാളുകൾ കൊല്ലപ്പെടാൻ പോവുകയാണ്. ഊറാസുഖിതൽപ്പിന അതിനിരയാകാതിരിക്കണമെങ്കിൽ യേശു വരുമ്പോൾ പോകാൻ ഒരുങ്ങുക. ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരുങ്ങാം. ഇതിനൊരു ദൃഷ്ടാന്തമാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്ന ആളുകൾ കാലിൽ ചെരുപ്പിട്ടു, കയ്യിൽ വടി പിടിച്ചു, അരയും മുറുക്കി, പെസാക്കുഞ്ഞാടിന്റെ മാംസം തീയിൽ ചുട്ട് കപ്പിച്ചീരയും ചേർത്ത് തിന്നുകൊണ്ടിരുന്നപ്പോൾ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ പറഞ്ഞു, പുറപ്പെടുവീൻ, ഒന്നും എടുക്കാൻ പോകണ്ട, റെഡിയായിരിക്കുക. ഇതുപോലെ കാഹളം കാത് കേൾക്കാത്ത താമസമേ ഉള്ളൂ. പോകത്തക്കവണ്ണം അത് തയ്യാറായിരിക്കുന്ന ദൈവമക്കൾ ഇവിടുന്ന് പോകാൻ പോകുകയാണ്. അവരെ എവിടുന്ന് പുറപ്പെടുവിച്ചത് പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശയാണെങ്കിൽ നമ്മളെ എവിടുന്ന് പുറപ്പെടുവിക്കാൻ പോകുന്നത് പുതിയതും രണ്ടാമത്തതുമായ നിയമത്തിന്റെ മധ്യസ്ഥനായ നമ്മുടെ കർത്താവാകുന്ന യേശു മധ്യാകാശത്തിൽ വന്നു നിന്നുകൊണ്ട് ഇപ്രകാരം വിളിക്കും, ഇവിടെ കയറി വരുവീൻ. അപ്പോൾ എല്ലാം റെഡിയായിരിക്കുന്നെങ്കിൽ പോകാം. എന്തെങ്കിലും കൂടി ഇനി എടുക്കാനുണ്ടെങ്കിൽ എടുത്തോണ്ട് വരാനുള്ള നേരം കിട്ടത്തില്ലെന്നുള്ള കാര്യമായി ഇതിൽ കൂടെ സ്ഥാപിക്കുന്നു. ഏത് നിമിഷവും ആമേൻ റെഡിയായിരിക്കുക. അവർ മാത്രമേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇടപാടുകളെല്ലാം തീർത്ത് ശുദ്ധീകരണമെല്ലാം പ്രാപിച്ച് ആരെടുത്തുകൊള്ളപ്പെടും? എന്നോട് മത്തായി 7:21 കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി ഇവിടെ ആരുണ്ടോ അവൻ മാത്രമേ എടുത്തുകൊള്ളപ്പെടത്തുള്ളെന്ന് യേശു പഠിപ്പിച്ചു. ഇനി 7-ാമത്തെ ദൂതൻ കൂടെ കാഹളം ഊതും.
അപ്പോൾ ഒരു സംഭവം നടക്കാൻ പോകുകയാണ്. ഏഴാമത്തെ ദൂതൻ കാഹളമായ ഊതിയപ്പോൾ ലോകരാജത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. ആമേൻ. യേശു രാജത്വം ഏക്കാൻ പോയിരിക്കുകയാണ്. എപ്പോഴേക്കുമെന്ന് ചോദിച്ചാൽ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതിയാൽ ഉടൻ ഒരു വിളംബരം പരസ്യപ്പെടുത്തും. ലോകരാജത്വം ക്രിസ്തുവിനും നമ്മുടെ കർത്താവിനുമായിരിക്കും. ഓടാറദവാസ്. അപ്പോഴാണ് ദൈവമക്കൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ശക്തിയേറിയ ഹല്ലേലൂയ പറയുന്നത്. വെളിപ്പാട് 19-ാം അധ്യായത്തിന്റെ 5, 6 വാക്യം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. ഞാൻ കേട്ടത് തകർത്ത ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയ പുരുഷാരത്തിന്റെ ഘോഷപ്പോലെയും. ഹല്ലേലൂയ. ഇത്ര ശക്തിയുള്ള ഹല്ലേലൂയ പറയാൻ കാരണം എന്താ? അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതുന്നുണ്ട്, നമ്മുടെ കർത്താവ് രാജത്വമേറ്റു എന്ന് പറഞ്ഞാൽ തന്റെ മണവാട്ടി നോക്കിയിരിക്കുമ്പോൾ പിതാവാൻ ദൈവം അനേകായിരം രാജമുടിയുള്ള കിരീടം നമ്മുടെ മണവാളന്റെ ശിരസിലോട്ട് വെച്ച് രാജാവായി പട്ടാഭിഷേകം ചെയ്യുമ്പോൾ അവന്റെ മക്കൾ അടങ്ങിയിരിക്കത്തില്ല. സ്വർഗം ഇളകത്തൊക്കെ ഹല്ലേലൂയ പറയാൻ പോകുകയാണ്. ഒരു MLA ജയിച്ചെങ്കിൽ ഉള്ള കഥനാമുടി മുഴുവൻ പൊട്ടിക്കാമെങ്കിൽ, ഉള്ള പൂമാല മുഴുവൻ അവന്റെ കഴുത്തെ വാരി ഇടാമെങ്കിൽ അതിനെന്തോ ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഒന്നുമില്ല. അവിശ്വാസ പ്രമേയം പാസ്സായാൽ ഇയാൾ XMLA ആയി. എങ്ങനെ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സ്ഥാനം കിട്ടിയപ്പോൾ നാട്ടുകാരൊക്കെ ഇളയെങ്കിൽ, വലിയ ശബ്ദം പുറപ്പെടുവിച്ചെങ്കിൽ, അവസാനിക്കാത്ത നിത്യരാജ്യത്വത്തിന്റെ കിരീടം നമ്മുടെ മണവാളന്റെ ശിരസിൽ പിതാവാൻ ദൈവം എടുത്തു വയ്ക്കുമ്പോൾ മണവാട്ടി അടങ്ങിയിരിക്കുകയില്ല. സ്വർഗം ഇളകത്തക്ക ഹല്ലേലൂയ പറയാൻ പോകുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാറുണ്ട്. ആ ഹല്ലേലൂയ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ടായിരിക്കുമോ? ചിലരില്ലെങ്കിലും ഉള്ളവർ ഈ ഹല്ലേലൂയ പറയാൻ പോകുകയാണ്. ഓരോ ദിവസത്തിൻ പിന്നാ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പ്രസംഗം നീട്ടാനല്ല വിചാരിക്കുന്നു. ഇന്ന് രാത്രിയിലും എന്നെ ഏൽപ്പിച്ച ദൂത് ജനത്തെ ഞാൻ അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ മുൻപിൽ ഒരു തീരുമാനമെടുക്കാൻ ഒരു നിമിഷം നമുക്ക് തയ്യാറാകാം. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ ഒരു ഈഴവച്ചെറുക്കനായിരുന്നു. എന്നാൽ യേശുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിച്ചു. നിങ്ങൾ ഏത് വിഭാഗത്തിൽ നിന്നൊന്നും ചോദ്യമല്ല. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകാം. പുത്രൻ വിശ്വസിക്കുന്നവന് ജീവൻ ഉണ്ട്. പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അതിന് മോചനം പ്രാപിപ്പാൻ മാനവജാതിയുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കരയേറി 3 ഇരുമ്പാണികളിൽ മേൽ അതേ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് രക്തം മരിച്ചടക്കപ്പെട്ട യേശു ഈ രാത്രി നിന്റെ ഹൃദയത്തിന്റെ വാതുക്കൾ വന്ന് നിൽക്കുകയാണ്. യേശു ചില ഹൃദയത്തോട് ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി മരിച്ചവനായ എന്നെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ആര് തയ്യാറാകും? മറുപടി നിങ്ങൾ പറ. എനിക്ക് വേണ്ടി മരിച്ച യേശുവേ, നീ വെളിയിൽ നിൽക്കണ്ട, ഇതെന്റെ ഹൃദയം ഞാൻ നിനക്കായി തരാം. എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് എത്ര പേര് പറയും? കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് താല്പര്യമുള്ള വ്യക്തികൾ അതെ കരമുയർത്തിപ്പിടിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. നിങ്ങൾ യേശുവിനെ മറികടന്ന് പോകരുത്. സഹോദരന്മാരായാലും സഹോദരിമാരായാലും നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്ന യേശുവിനെ സ്വീകരിപ്പാൻ ആര് ഹൃദയം തുറക്കും? ഇരിക്കുന്നിരിപ്പിൽ കരമുയർത്തിപ്പിടിക്കുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗ്ലോറി ഗ്ലോറി. നിങ്ങൾ യേശുവിനെ കൂടാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോകരുത്. ഈ രാത്രി യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിപ്പാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ